ചേട്ടാ വന്നപ്പോ എത്ര മണിയായി ചേട്ടാ? 8:30 കഴിഞ്ഞു കേട്ടാ. അപ്പൊ നമ്മുടെ അച്ഛൻ അവിടെ ഇങ്ങോട്ടാ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ളോഗ് സമൂസ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അത് രാവിലെ തന്നെ മക്കൾസിന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡിയാക്കാൻ കേട്ടോ. പിന്നെ രാവിലത്തേക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഗോതമ്പ് ദോശയും ഒരു ചമ്മന്തിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് ദോശ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മക്കൾസിന് ഇഷ്ടമാണ്. ചേട്ടൻ രാവിലെ പിന്നെ ചോറിന് കഴിക്കുക ഇഷ്ടമില്ല, ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്ത പലഹാരമൊക്കെ ആണെങ്കിൽ ആൾ ചോറ് തന്നെ കഴിച്ചിട്ട് പോകട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള ഇനി ഒരു ഉപ്പേരി കൂട്ടാൻ തട്ടിക്കൂട്ടണം കേട്ടോ. അപ്പോൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കണം. ബീട്രൂട്ട് ഉപ്പേരി കൂട്ടാൻ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചാണ് ലഞ്ചിന്. പിന്നെ ഒരു ചമ്മന്തി മുട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലഞ്ചിന് കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് അരിഞ്ഞത് നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ സെറ്റായപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോൾ ചേട്ടൻ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിലേക്ക്. ചേട്ടൻ എണീറ്റ് വഴിക്ക് തന്നെ കോഴികൾക്കുള്ള തീറ്റയും കൊണ്ട് ടെറസിലേക്ക് പോയിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചേട്ടൻ ചായ കുടിക്കുള്ളൂ. അപ്പോൾ ചേട്ടനുള്ള ചായ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീട്രൂട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് മുടി വെച്ച് അവിടെ ഇരുന്ന് ആ ഒരു ചെറിയ സിമ്മിലിട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. അപ്പോൾ പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. നമ്മുടെ നാടൻ മുളകും ഉള്ളിയും പിന്നെ കുറച്ച് പുളിയും അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഇതിൽ ഒരു പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ടേസ്റ്റ് നല്ല കഞ്ഞിവെള്ളമല്ലേ നമ്മളിപ്പോൾ ചോറ് റെഡിയാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടാവും നല്ല ടേസ്റ്റാണ്. കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഉള്ളിയും ചെറിയ ഉള്ളി, ഉപ്പ്, പുളി, പിന്നെ നമ്മുടെ നാടൻ മുളക് ഇട്ടിട്ട് ഒരു ചമ്മന്തി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടതാണ് കഞ്ഞിവെള്ളം കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരച്ചാൽ മതി കേട്ടോ. ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് ഉള്ളിയുടെ പീസും മുളകിൻ്റെ പീസൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അരച്ചെടുത്തേട്ടോ. അല്ലെങ്കിൽ ഫൈനായിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായി ചമ്മന്തി. പിന്നെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കുഞ്ഞി പൂമ്പറ്റ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ അന്വേഷിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിച്ചണിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മുളകൊക്കെ അടുത്തിരിക്കുന്നതിനെ വേഗം അമ്മ വന്ന് പിടിച്ചിട്ട് പോയിട്ടാ. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വന്ന് കാണണം ആൾക്ക് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ വിചാരിച്ച പോലെ അവൾ എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിചാരിച്ച പോലെ എല്ലായിടത്തും എത്തണ കാരണം പെട്ടെന്ന് എല്ലാവിടെയും നമ്മളെവിടെയാണ് നിൽക്കണം അങ്ങോട്ട് ഓടി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് എരിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവാണ്, ഹാളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീട്രൂട്ട് അവിടെ ഇരുന്ന് റെഡി ആവുന്നുണ്ടായിരുന്നു. അത് ഉപ്പേരി കൂട്ടാൻ സെറ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ പണികളും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആമിക്കുട്ടീനെ കുളിപ്പിക്കണം. അങ്ങനെ ചെറിയ പണികളുണ്ട് കേട്ടോ. ഇനി പോവാം പുറത്തേക്ക് പോവാനാ. അപ്പോൾ കിച്ചണിലൊക്കെ പണികളൊക്കെ കണ്ടില്ലേ, അതൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ ഇനി. അപ്പോൾ പിള്ളേർസൊക്കെ സ്കൂളിൽ പോയി, ചേട്ടൻ കടയിൽ പോയി. ആമിക്കുട്ടീനെ മേല് കഴിച്ചുകൂടാ, തല കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച 1.25 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തലേദിവസം തുടങ്ങി ചെറുതായിട്ട് നീര് വീഴ്ചയും നല്ല ചുമയൊക്കെ. അപ്പോൾ നമ്മൾ കൊടകര ശാന്തിയിലെ മമ്മി പറയട്ടെ, കൊടകര ശാന്തിയിലെ ദയാനന്ദ ഡോക്ടറാണ് കാണിച്ചു തരുന്നത്, ഉണ്ണീനെ കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ആളാണ് ഉണ്ണീൻ്റെ ഡോക്ടർ. ഉണ്ണിക്ക് പുറത്തേക്ക് പോകാനാട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അതിനാണ് ഈ കാര്യമാണ്. പുറത്തേക്ക് പോവാം. ഇപ്പോഴും മൂക്ക് വല്ലാണ്ട് ചൊറിയുണ്ടെന്നുകൊണ്ട് മൂക്കിന്ന് വരുന്നുണ്ട് ചെറുതായിട്ട്, അതിൻ്റെ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ണിയുടെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തല കുളിപ്പിച്ചില്ല ഞാൻ പറഞ്ഞു. എനിക്കൊന്ന് ഫ്രഷ് ആവണം ഇനി. പോവാം പുറത്തേക്ക് പോവാനാ, വേറെ ഒന്നിനല്ല. അപ്പം ഞാനും ഒന്ന് ഫ്രഷായിട്ട് വരാം. ഞാനും ഫ്രഷായിട്ട് വന്നോട്ടെ. ആമിക്കുട്ടി കരച്ചിലാണ്, നടക്കാനാ, മുറ്റത്തേക്ക് ഇറങ്ങാനാണ്, കരച്ചിലാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രഷായിട്ടുണ്ട് അല്ലേ ആമിക്കുട്ടിയെ? അല്ലേ? ആമിക്കുട്ടിക്ക് ഇപ്പോൾ ഓടിൻ്റെ കിടക്കണം ഇവിടെ, അതിനാണ് അല്ലേ? നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം കേട്ടാ. നടക്കാൻ പോവാ, നടക്കാൻ. ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് വാ.
പൈപ്പ് തട്ടി വീഴുണ്ടാട്ടാ. അത് എടുക്കാൻ പാടില്ല. ഞാൻ പകുത്തിക്ക് കയറ്റും. കണ്ടതൊക്കെ പറക്കും മുറ്റത്തിറങ്ങി. പോവാപ്പോ എവിടിച്ചാ പോണോക്ക് റോട്ടിലേക്ക് പോവാ. വെയിലാണ്ട് വാ. വെയിലാന്ന് പിടിക്കാ. എടിച്ച പോണേ? കണ്ടാ, ഇതിനാണ് കരഞ്ഞറിഞ്ഞ, അല്ലാണ്ട് വേറൊരു കുഴപ്പത്തിനല്ല കേട്ടാ കരയണത്. മുറ്റത്തിറങ്ങി നടക്കണം, അതിനാണ് ഈ കരയണ. കാക്കിണ്ടാ? കാ കാ പറഞ്ഞ കാ 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 കാക്കി കാക്ക കീയല്ല കാക്ക കാക്ക കാ കാക്ക. ഞാനേ ഗോൾഡൻ പപ്പായ കാണിച്ചു തരാട്ടാ. ദേ നമ്മൾ ഇന്നാൾ കട്ട് ചെയ്തതിൻ്റെ സീഡ് ഞാൻ മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റി നടേണ്ട സമയമായിട്ടുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേർക്കൊക്കെ കൊടുക്കണം. പിന്നെ ചോദിച്ചവർക്കൊക്കെ ദേ ഇത് മൂത്ത് പഴുക്കുമ്പോൾ ഇതിൻ്റെ സീഡ് കൊടുക്കാം. മീസ് ഡാലിയ പുതിയ തൈ വെച്ച് പിടിപ്പിച്ചതില്ലേ, അതിൽ ഇതേ മുട്ട് വന്നിട്ടുണ്ട് കേട്ടാ. കണ്ടാ? ആമിക്കുട്ടി എവിടെയാണ്? സക്കരമുത്ത് എവിടെയാണ്? എവിടെയാണ് ആമിക്കുട്ടാ? ഇങ്ങോട്ട് നീങ്ങിക്ക വെയിലെത്തുന്ന്. അവിടെ വെയില, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കണ്ട കാടും പടലൊക്കെ പറിക്കാൻ നോക്കേ. കണ്ട കാടും പടലൊക്കെ പറിക്കാൻ നോക്കുന്ന എനിക്കറിയാം. അതിന്റെ മേലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ആമിക്കുട്ടി എവിടിച്ചാണ്? എവിടിച്ചാണ് മുത്ത്? എന്തേ? തുളസി 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 തുളസി. വാ, ഇവിടെ നല്ല വെയില്. അകത്തേക്ക് പോവാം നമുക്ക്. ഏയ്ന്നാ എല്ലാ വിക്രേസുകളും അറിയാം. എന്ന് പറയണണ്ട. അകത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ അകത്തേക്ക് പോവാം. നടക്ക്, വാ പോവാം. അത് പറഞ്ഞപ്പോ കണ്ട റോട്ടിക്ക് ഓട നോക്ക്. കുറുമ്പത്തി. ഞാനവിടെ ചീര നട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാൻ. ആമിക്കുട്ടി ഉറങ്ങിയിട്ട് വേണം എനിക്ക് പപ്പായ തൈകളൊക്കെ മാറ്റി നടാൻ. കൈ തരിച്ചിട്ട് നിൽക്കണം. എനിക്ക് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നോക്കിയാ നല്ല ഗ്രീൻ കളറായിട്ട് നിൽക്കണ കേട്ടാ. കണ്ട ഇതിലേ കിളിക്കൂടുണ്ട്. കണ്ട കിളി കൂട് കൂട്ടി വീണ്ടും. കിളി വന്നാ ചെടി നശിപ്പിക്കും. പക്ഷെ അവര് നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഇതിൽ കൂട് കൂട്ടും ചെയ്യും. ഏയ് നോ നോ നോ, ഞെപ്പകത്തി കയറ്റും. മണ്ണ് മാറില്ലേ എനിക്ക് അട്ടി. കണ്ടാ, കണ്ണ് തെറ്റി. ഇതൊക്കെയാണ് പണികള്. കിളീനാൻസരം വാ, ഇത് വാ. ഓക്കെ, കിളി 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 നോക്കി ഇവിടെ. കണ്ടാ കിളിക്കൂട്? ഇതിലും കിളി കൂട് കൂട്ടിയേക്കാം. കണ്ട മണി പ്ലാന്റിൻ്റെ പോട്ടിലാണ്. അതിലൊരു വള്ളി ഇങ്ങോട്ട് നീളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലാണ് കിളിക്കൂട്.
കടിക്കരുത് കടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കിട്ടിയാലും വായിലിട്ടോളോട്ടാ. അടി. അകത്തേക്ക് കയറ്റട്ടെ, അകത്തേക്ക് കയറ്റട്ടെ ആമിക്കുട്ടീനെ. ഞാൻ പറഞ്ഞില്ലേ ചീര നട്ടുണ്ടെന്ന്. അതാണ് കേട്ടോ ഇത്. ഒരു കരുത്തൂലാണ്ട് നിൽക്കായിരുന്നു കേട്ടാ. കുറച്ച് ചാരല്ലേ, ഈ വെണ്ണൂർന്ന് പറയും നമ്മളിവിടെ തൃശ്ശൂർ. ഈ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാവണ ചാരം. അതങ്ങോട്ട് ഒരു പാത്രം എടുത്തിട്ട് അത് ഒരു കുഞ്ഞ ഡവറയിൽ ഇങ്ങനെ കോരി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിന്. അതങ്ങോട്ട് കലക്കി നിൻ്റെ കടക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് നല്ല കരുത്തായിട്ടാ. കണ്ടാ, പുഴൊക്കെ കുത്തിയിട്ടുണ്ട്. എന്നാലും ഇല വണ്ണം വെച്ചു. ഇല വണ്ണല്ല, വലിപ്പം വെച്ചു. ഇവിടെ ഒരാളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇതേതൊരു കുഞ്ഞിപ്പൂമ്പാറ്റ അതിൻ്റെ ഉള്ളിൽ. ആമിക്കുട്ടി, സുന്ദരിക്കുട്ടി. ഈ കണ്ടതൊക്കെ പറക്കിൻ്റെ നടന്നു. നീ വന്നേ. അതാ പറഞ്ഞേ, കല്ലും അങ്ങോട്ട് കിടക്കാം. അങ്ങോട്ട് മുളക് കാണിച്ചു കൊടുക്കട്ടെ. വന്ന് വാ. എൻ്റെ വെള്ളക്കാന്താരി വേണ്ട, കാന്താരി മുളക് ഉണ്ടായിരുന്ന കണ്ടാ. വെള്ളക്കാന്താരിയാണ്, വെള്ളക്കാന്താരി. മറ്റേ മുളക് ഇഷ്ടം പോലെ കിട്ടണ തന്നെ ഇതങ്ങനെ പൊട്ടിക്കാറൊന്നുമില്ല ഞാൻ. വല്ലപ്പോഴൊക്കെ പൊട്ടിച്ചെടുക്കും, വല്ലാണ്ട് മൂത്ത് നിൽക്കണ കാണുമ്പോൾ. ചമ്മന്തി ഉണ്ടാക്കണ്ട എന്നും നാടൻ മുളകൊക്കെ ഇട്ടിട്ട്. നല്ലതല്ല അത്. അയ്യോ, മുളക് പൊട്ടിക്കല്ല, എരിയും കണ്ണാ, എരിയും. മുളകാണ്, മുളക്. ഇതന്ന് ഞാൻ സീഡ് നട്ടിട്ടുണ്ടായില്ലേ, കൈപ്പയ്ക്ക. അതുമ്മ കൈപ്പയ്ക്ക ഉണ്ടായി തുടങ്ങിയിട്ടാ. മേലെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു മത്തക്കുരു സാമ്പാറിൻ്റെ കഷ്ണത്തിൽ നിന്ന് കിട്ടിയപ്പോൾ നല്ല മൂത്ത കുരുവായിരുന്നു. ഒരാൾ മുളക് പൊട്ടിച്ച് നോക്ക്. ഇതാണ് നിന്നെയും കൊണ്ട് ഞാൻ ഈ വക പണിക്ക് വരാത്ത. കണ്ടാ, മുളക് പൊട്ടിക്കാൻ നോക്കി. എരിയും. കണ്ടാ കുറുമ്പത്തി. ഈശോ, എരിയും. അപ്പം അതേ മത്തനതേ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അല്ല നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്ത്. അപ്പം അത് ഇതേ വലുതായി തുടങ്ങിയിട്ടാ. ഇനി കയറ് കെട്ടി കൊടുക്കണം. അതേ എൻ്റെ ചെടിങ്ങിനെ കൊണ്ട് ഞാൻ അകത്തേക്ക് കയറട്ടെ. മുളകൊക്കെ പൊട്ടിക്കണമെന്ന്. ഈശോ, പപ്പ കണ്ട മമ്മീന് ചീത്തറിയും, എരിയും. മുളക് പൊട്ടിക്കാൻ കിട്ടാണ്ട് കരയണേ, വേറെ ഒന്നിനല്ല. അതേ നീ കുറുമ്പത്തി. ഞാൻ എത്തിക്ക് കയറ്റാൻ പോവാ. നമ്മളെ ബബ്ലൂസ് നാരങ്ങ പൊട്ടിക്കാൻ വന്ന അല്ല അമ്മേ. ബബ്ലൂസ് നാരങ്ങ, ബബ്ലൂസ്. എന്നിട്ടത് ചെത്തി നോക്കാം. മൂത്തിട്ട് ജോസേട്ടൻ പറയണ മൂത്തിട്ടില്ല എന്നല്ലേ. മൂത്തു. മധുരണ്ട്. വെള്ളേട്ടാ, റെഡല്ല. ആമിക്കോട് ചോദിക്കും. ഇങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങള്? തൊലി മമ്മീനെ അന്വേഷിച്ച് കോഴികൾ നിൽക്കുന്നു. കനം കുറഞ്ഞ തുണികളൊക്കെ ഇവിടെ ഇട്ടുണ്ട്. അതൊക്കെ എടുക്കാറായി. സന്ധ്യ തുടങ്ങി. പപ്പ തരും. കഴിഞ്ഞല്ലേ നമ്മള് ലാഡർ വെച്ചിട്ട് ഈ മാമന്ന് മാങ്ങ പൊട്ടിച്ച് പറഞ്ഞില്ല. ആ സ്ഥലത്ത് തന്നെ ഈ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ പൂത്തിട്ടുണ്ട്. അവിടെ കണ്ണി മാങ്ങിക്ക് തുടങ്ങിയിട്ടുണ്ട്. നാട്ടുമാങ്ങയല്ലേ ചേട്ടാ? വേഗം ആവട്ടെ. പൊളിക്കാം, ഇവിടെ കൊണ്ടായിട്ട് പൊളിക്കാം.
ഹായ് കോഴിക്ക് ഹായ് കൊടുത്തു. ഹായ് ഇന്ന് മുത്തിന് പുതുക്കാനാണ്ട് കുഴപ്പത്തില്ല. ചുവപ്പല്ല കേട്ടാ, വെള്ളയാട്ടാ, നല്ല വെള്ളയാട്ടത്. നല്ല മുത്തു കണ്ട, നല്ല മുപ്പായി. കഴിഞ്ഞല്ലേ ഞങ്ങൾ ഒരെണ്ണം പൊട്ടിച്ചപ്പോ അത് മൂത്തിട്ടുണ്ടായില്ല. പറഞ്ഞു നന്നായിട്ട് മുത്തിട്ട് പൊട്ടിച്ചാൽ മതി. നന്നായിട്ട് മൂത്തുണ്ട്, നല്ല വെള്ളയാണ്. കുഴിച്ചിട്ടുണ്ടാവും കൊറേ വിട്ടുണ്ട് കുരു. അപ്പൊ തരാം, നമുക്ക് തരാം. കുരു ഇങ്ങനെ ചെത്തി പോയതാ എല്ലാത്തിന്റെയും. മുറിഞ്ഞു. ആമിക്ക് ഇഷ്ടായ ആമിയേ അല്ലാത്ത പീസിലും കുരുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മധുരം കുറവാട്ടാ. വെള്ളം ചോപ്പ് മധുരം പുളിയുണ്ടാവും. മധുരം കുറവാ, മധുരമില്ല. മധുരം ഉണ്ട്, എന്നാലും നമ്മള് കടിക്കുമ്പോ ഇപ്പൊ നല്ല മധുരം വരുന്നു തോന്നില്ല. അങ്ങനെ അത്ര മധുരമില്ല. ചോപ്പിന്റെ അത്ര മധുരമില്ല. ചോപ്പ് നല്ല മധുരം. പുളിയില്ല, പക്ഷെ മധുരം പോരാ, മധുരമില്ല. ചേട്ടന് മക്കൾസൊക്കെ നൈറ്റെല്ലാം ഉണ്ടാവുക. അപ്പം നൈറ്റാണ് എന്തെങ്കിലും സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. നൈറ്റ് സ്പെഷ്യലുകളൊന്നും കഴിക്കുന്നത് നല്ലതല്ല, പക്ഷെ എന്നാലും നമ്മളെല്ലാവരും കൂടിയുള്ള സമയത്ത് കഴിക്കുമ്പോഴല്ല അതിനൊരു രസം. അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചു കൊണ്ടായിരുന്നു കേട്ടോ ജോജി ചേട്ടാ. അപ്പോൾ അത് ആ പണി ലാഭമായി. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചാറ് കറിയൊക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഉണക്ക ചെമ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണക്ക ചെമ്മീനും കൊടമ്പുളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറി തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും ശരിയാക്കണം. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കണം. ഫ്രൈ ചെയ്തതാണ് ഇവിടെ ഇഷ്ടം. ചാറിൽ വെക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ചാറിൽ വെച്ചാലും. അപ്പോൾ നമ്മുടെ ചെമ്മീനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക്. ആ മസാലയുടെ ഫ്ലേവറൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു കിച്ചുണ്ട് തൊണ്ടയ്ക്ക്, അത് കാരണം കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ലെമൺ ജ്യൂസും പിന്നെ എഗ്ഗ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു എഗ്ഗൊക്കെ ചേർക്കാം. ഞാനിന്ന് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൂട്ടി പുരട്ടി കഴിഞ്ഞപ്പോഴാണ് അയ്യോ എഗ്ഗ് ചേർത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ എഗ്ഗും കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ അത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കണുള്ളൂ. ഇവർക്ക് എരിവ് അധികം ഇഷ്ടമില്ല പിള്ളേർക്ക്. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുളക് ചേർക്കാത്തത് ആമിക്കുട്ടിക്ക് കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം വറക്കാനായിട്ട്. അപ്പോൾ ആമിക്കുട്ടികളത് ഫസ്റ്റ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് എരിവിടാണ്ട്. അതാണ് കേട്ടോ ഇപ്പം മുളക് പൊടി ഇടാണ്ട് കാണണത്. ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും പച്ചമുളകും പിന്നെ തക്കാളി ഇപ്പോൾ ഒരുമിച്ച് ഇട്ട് അരച്ചു കേട്ടോ. തക്കാളിയും ഇഞ്ചിയും ചെറിയുള്ളി
ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒരുമിച്ചിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ആമിക്കുട്ടിക്കുള്ളത് മാറ്റിയല്ലോ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. വലിയൊരു വേണ്ട മമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ അത് നല്ലപോലെ കൂട്ടി പുരട്ടി ഇങ്ങനെ വെക്കാം നമുക്ക് കുറച്ച് നേരം. കുരുമുളക് പൊടി ഇടാൻ മറന്നു കേട്ടോ. എല്ലാം കൂട്ടി പുരട്ടി സെറ്റാക്കി വെച്ചപ്പോൾ ഓർമ്മ വന്ന് കുരുമുളക് പൊടി ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ കുറച്ച് നേരം ഈ പാചകം ചെയ്യുമ്പോൾ ഭയങ്കര കുറേ കാര്യങ്ങൾ മറന്നു പോട്ടെ അങ്ങനെ ഞാൻ. പിന്നെ വേഗം പണികൾ കഴിക്കാനുള്ള ആ ഒരു ഇത് കാരണം പകുതി കാര്യങ്ങൾ മറക്കും. അപ്പോൾ ഇത് ഓർമ്മ വന്നപ്പോൾ കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആമിക്കുട്ടിക്കുള്ളത് ഫസ്റ്റ് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ആമിക്കുട്ടിക്കുള്ളത് വറുത്തെടുക്കുക. അപ്പോൾ അത് ചുരുണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിൽ കോർത്തിട്ടാണ് കേട്ടോ വറുത്തെടുക്കാൻ പോണത്. ആമിക്കുട്ടിക്കുള്ളത് അങ്ങനെ വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ചെമ്മീൻ കറി വയ്ക്കണമെന്ന്, അപ്പോൾ അതിലേക്ക് തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളി കുറച്ച് ചെമ്മീൻ ഉണ്ടായുള്ളൂ, അത് കഴുകി വാരി വറുത്തിട്ടാണ് കേട്ടോ നമ്മൾ കറി വയ്ക്കാൻ പോണത്. അപ്പോൾ അത് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മുളക് പൊടി ഇടണില്ല കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിലെ നാടൻ മുളകില്ലേ അത് അരച്ച് നാളികേരത്തിൽ കൂടെ അരച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുളക് ചിലവാകും ചെയ്യും. പിന്നെ ഈ പച്ചമുളകൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലണത് ഓവറായിട്ടല്ല കേട്ടോ, കുറച്ച് നല്ലതാണ് കേട്ടോ നമ്മുടെ ബോഡിക്കൊക്കെ. അപ്പോൾ മുളക് പൊടിയേക്കാളും ഹെൽത്തിയാണ്. അപ്പോൾ പച്ചമുളക് അരയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഈ കറിയിലേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മുളക് പൊടി ഇല്ലാണ്ട് പച്ചമുളക് തന്നെ ട്രൈ ചെയ്യണത്. ആമിക്കുട്ടി എണീറ്റ കാരണം ഉറങ്ങായിരുന്നു കേട്ടോ. എണീറ്റ കാരണം എൻ്റെ പണികൾ നിന്നോടെ അല്ലേ ആമിക്കുട്ടിയെ? എന്താ തലയിൽ കൈ വെച്ച എന്തേ പല്ല് കടിക്കണോട്ട്. ആമിക്കുട്ടിക്ക് പാപ്പ വേണം. ആമിക്കുട്ടിക്ക് വറുത്ത ചെമ്മീൻ കടിച്ചു. മമ്മി ഇതിൻ്റെ കോലി കളഞ്ഞിട്ട് തരാം, വായലൊക്കെ കുത്തിക്കൊള്ളു അല്ലെങ്കിൽ. ചാറ് കറിയിലേക്കുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ പുരട്ടി വെച്ചിട്ട് കുറച്ചധികം നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പെരിഞ്ചീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പെരിഞ്ചീരകം നമുക്ക് വേണമെങ്കിൽ അതിൽ അരച്ചും ചേർക്കായിരുന്നു. അപ്പോൾ എനിക്കിപ്പം അപ്പം തോന്നണത് എങ്ങനെയാണോ അങ്ങനെ വെക്കൂട്ടെ ഞാൻ. അപ്പോൾ എനിക്കിപ്പോൾ അതിൽ ഇപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ വെച്ചു. പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ അത് മൂത്ത് വന്നപ്പോൾ നമ്മൾ പുരട്ടി വെച്ചിട്ടില്ലേ ചെമ്മീൻ, അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ അവിടെ ഇരുന്ന് ഫ്രൈ ആവണ നേരം കൊണ്ട് നമുക്ക് ഉണക്ക ചെമ്മീൻ കറി വെക്കണ്ടേ. അപ്പോൾ അത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്ത ആ ചെമ്മീൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരിരുന്ന് ഫ്രൈ ആവണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടി ഉപയോഗിക്കണില്ല. നാളികേരം, പെരിഞ്ചീരകവും ഒരു 3 നാടൻ മുളക്, പച്ചമുളകില്ലേ നമ്മുടെ വീട്ടിലത്തെ, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഈ കറിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കറിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ഒരു വിധം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് സവാള ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇതിൻ്റെ ഒപ്പം അതും കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴേക്കും ഒരു 8:30 ചേട്ടനൊക്കെ വന്നു കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്തത് സെറ്റാക്കിയിട്ടുണ്ട്. ചേട്ടൻ വന്നപ്പോൾ എത്ര മണിയായി ചേട്ടാ? 8:30 കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ അച്ചൂസ് അവിടെ ഇങ്ങനെയാ, അച്ചൂസിനെ കൺട്രോൾ പോയിട്ട് നിക്കുക. അപ്പൊ ഇനി പപ്പ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും അച്ചൂസിനെ വയ്യണ്ടാവും. അപ്പൊ വേഗം ടേസ്റ്റ് നോക്കിയിട്ട് അവനുള്ളത് അങ്ങോട്ട് കൊടുത്താ അത് കൂട്ടി ചോറുണ്ടോളൂ. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ അപ്പൊ കറക്റ്റാട്ടാ. ഇങ്ങനെ കയ്യിൽ സൂപ്പറായിട്ടൊന്നും പറഞ്ഞ് കിട്ടാൻ ഇത്തിരി പാടാ.
അല്ല നന്നായി നീ നന്നായി എന്ന് പറയല്ലേ. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയും. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് എനിക്ക് മമ്മ എനിക്കുണ്ട്. ഉണ്ണിക്കാതെ നമ്മള് നേരത്തെ കൊടുത്തൂലോ. നീ ഒരിക്കലൊക്കെ തിന്നൂട്ടാ. ഇത് പറ്റില്ല, ഇത് തരുക. ഉണ്ടാക്കിയ ആൾക്ക് ആ സ്പൂണൊന്നും തരിക. നമ്മൂസ എനിക്ക് ഈ സവാളയൊന്നും വേണ്ട. എന്തേ ക്ലിപ്പിട്ടണോ തന്നെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാക്കാൻ. നിക്ക ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. അടിപൊളി കൊള്ളിക്കോ. മദ്യം കൊറേ തിന്നു. അടിപൊളിയല്ലോ. കൊറേ തിന്നു. എനിക്കിതാ ഉണക്ക ചെമ്മീൻ ചാറ് കറിയില്ലേ, അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിൽ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുടംപുളിയും തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് താളിച്ചു കേട്ടോ. ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ അത് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാറ് കറിയും സെറ്റ്, ഫ്രൈയും സെറ്റ് കേട്ടോ. ഫ്രൈ അപ്പം തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ കഴിയും, അതിനുള്ളതുണ്ടായിരുന്നുള്ളത്. പിന്നെ നൈറ്റ് ആകുമ്പോൾ പിന്നെ ആമിക്കുട്ടീനെ ഒന്നും കൂടി ഒന്ന് കുളിപ്പിക്കും കേട്ടോ. അപ്പോൾ മേലൊക്കെ കഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നീരുവീഴ്ചയൊക്കെ ഉള്ള കാരണം തല കുളിപ്പിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണത്. അപ്പോൾ അതിന് തലകുളിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തല അങ്ങനെ വെറുതെ തുടച്ചെടുക്കുക ചെയ്യണുള്ളൂ. അപ്പോൾ അതേ ആമിക്കുട്ടിക്ക് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഉറങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം. നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ശരി കേട്ടോ, നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം. താങ്ക് യു.